അപ്പം നമ്മൾ ഒരു ഗാർഡൻ ഔട്ടിങ് ഇറങ്ങിയാണ്. ഞങ്ങളൊക്കെ ഒരു ഗാർഡൻ കുറച്ച് തണുപ്പുള്ള വെള്ളമാണ് കാണിക്കുന്നത്. കപ്പിട്ട് കോരി കോരി ഒഴിക്കുന്ന ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കിടക്കും. അത് കഴിഞ്ഞ് പിന്നെ അമ്മയാണ് പോകുന്നത്. അപ്പം ഞാൻ നേരെ ഇവിടുന്ന് റൂട്ട് കിട്ടും. തിരിച്ചെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ മരത്തിൻ്റെ ചുവട്ടിലോട്ടാണ്. നോക്കിയത് ഉറുമ്പുണ്ടോയെന്നാണ്. ഉറുമ്പുണ്ടെങ്കിൽ ദേഹത്ത് കടിക്കില്ല. അപ്പോൾ മരത്തിൽ കുറേ നേരം ചാരി തന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ചുറ്റടം കൊടുത്തു. അവിടെ ആരുമില്ല. അപ്പം അവിടുന്ന് നേരെ നമ്മൾ നടക്കാൻ പോയി. കുറേ നേരം നടന്നു ഓടി അങ്ങനെയൊക്കെ വന്ന് അപ്പോഴത്തേക്കും ഇങ്ങനെ നടക്കുമായിരുന്നു. നമ്മൾ കണ്ടത് നല്ല സ്ഥലമാണ്, നല്ല സൂപ്പർ. അപ്പോൾ അവിടുന്ന് നേരെ പിന്നെയും വലിച്ചു വിട്ടു. അതാണ് ആ കുഞ്ഞു റോഡ് നമ്മളങ്ങോട്ട് പോകാനുള്ളത്. ഈ ചുറ്റുവട്ടം മൊത്തം കാണിച്ചത് ആ ചുറ്റുപാട് പോകാനില്ല. അവിടുന്ന് നേരെ ഞാൻ ഓടി നടന്ന് ഇങ്ങനെ തന്നെ നടക്കുന്നു. വേറെ പണിയൊന്നുമില്ല എനിക്ക്. പ്രത്യേകിച്ച് പണിയില്ലാത്തത് ഇങ്ങനെ ചുമ്മാ ലോകം മൊത്തം നടക്കുവാന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് അമ്മ ഹായ് കാണിക്കാൻ പറഞ്ഞു. ഹായ് കാണിച്ച് എന്നിട്ട് അമ്മ നമ്മുടെ പണിക്ക് പോയി. ഞാൻ തിരിച്ച് നേരെ വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ നെറ്റി വെച്ച് പൊട്ടിക്കുന്ന സ്ഥലമില്ലേ, അത് ഇവിടെ തൂങ്ങി കിടക്കൊണ്ട് പറയും. ചാടി പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും പിടിക്കാനാണ് കിട്ടും അമ്മേ. അപ്പോൾ ഒരെണ്ണം കിട്ടി. വെച്ചത് പൂവായിരുന്നു. വേറെ ഞാൻ പറിച്ചു. അത് നെറ്റിയിലോട്ട് പൊട്ടിച്ചപ്പോൾ നല്ല സൗണ്ട് കേട്ടു. അപ്പോഴത്തേക്കും രസമാണ്. പിന്നെ ഇവിടുത്തെ റോസാ നല്ല പൂ ശരിക്ക് റോസായിട്ടില്ല, എന്നാലും വിരിഞ്ഞു. എന്നിട്ട് പിന്നെ എന്നാ അതിൻ്റെ ഒരു പൂച്ചസാറ് കിടക്കുന്നുണ്ട്. പുള്ളിക്കാരൻ നല്ല ഉറക്കമായിരുന്നു തോന്നുന്നു. ഇവിടുത്തെ ആ വീട്ടിൽ അങ്കളോ എന്നെ ഓടിച്ചു. അപ്പം പിന്നെ ഇത് ആ അങ്കിളാണ്. പിന്നെ അവളവിടുന്ന് നല്ല വെയിൽ, 4 മണിക്കൊരു വെയിലില്ലേ, അതേപോലത്തെ ആ ചെമ്പരത്തി പറിക്കാൻ നോക്കിയിട്ട് പറിക്കാനായിട്ട് കിട്ടിയില്ല. അപ്പം അതിൻ്റെ അവിടെ പിന്നെയും നിന്ന്. പിന്നെ അവിടെ നിന്ന് നേരെ വട്ടം കറങ്ങാൻ നേരത്തെ വട്ടം കറങ്ങി പിന്നെയും മതിലിൻ്റെ അടുത്ത് നിന്നു. നോക്കുമ്പോഴത്തേക്ക് ഒരു കിളികൾ പറന്നു പോകുന്ന പോലെ കണ്ടു. സുനാമി പോലെ പോയോണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. ഇത്രേ ഉള്ളൂ. ബൈ ബൈ എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കേ.